ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. ഈ കാണുന്ന പച്ചക്കറിയും പിന്നെ കുറച്ച് അരപ്പും പിന്നെ പയറും എല്ലാം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കൂട്ടുകറി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇന്നത്തെ പ്രിപ്പറേഷൻ എല്ലാം ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ പച്ചക്കറി എല്ലാം കൂടെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറിയും ഇവിടെ എടുക്കാവുന്നതാണ്. അതെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് ഒരു സാമാന്യം ചെറിയ വലിപ്പത്തിൽ ഒന്ന് അരിഞ്ഞ് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. അതിൻ്റെ കൂടെ വേവിച്ച പയറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. വൻപയർ അതൊരു 2-3 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ വേവിച്ച പയർ ഇട്ടത് കൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ തന്നെ കിടക്കും. ഒരു പാതി വേവിലാണ് നമ്മൾ പയർ വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് അതിനകത്തേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിന് ചേർക്കാനായിട്ടുള്ളൊരു അരപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാത്തിനും എടുക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിയലിനും തോരനൊക്കെ എടുക്കുന്ന പോലെ തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരല്പം നമ്മുടെ കറിവേപ്പില വേണമെങ്കിൽ ഇപ്പോൾ അരയ്ക്കാം, അല്ലെങ്കിൽ അല്ലാണ്ട് ചേർക്കാം. ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്തു. അരപ്പ് ചേർക്കുന്നത് എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരുന്നത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കടുക് താളിക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക്, നോർമലി നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ചേർക്കാം. കടുക്, പിന്നെ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചുവന്ന മുളക് കീറി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് പരുവപ്പെട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കറിവേപ്പില കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു 1.5 പിടിയോളം തേങ്ങ എടുത്ത് നല്ല ചുവക്കെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. ഇത് രണ്ടുമാണ് നമ്മൾ താളിപ്പിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ കറി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഈ കടുക് താളിച്ചതും നമ്മുടെ വറുത്ത തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിയുടെ കൂടെ ആണെങ്കിലൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് നമ്മുടെ കൂട്ടുകറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.